വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സ തേടിയതിനെ തുടർന്ന് ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടതായി പരാതി. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി രാമദാസിനാണ് സ്വകാര്യ ചികിത്സാ കേന്ദ്രത്തിന്റെ പിഴവിനെ തുടർന്ന് ദുരിതത്തിലായത്. പരാതിക്ക് പിന്നാലെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാത്തതും രാമദാസിന്റെ സങ്കടം ഇരട്ടിയാക്കുകയാണ്. സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാമദാസ് വെരിക്കോസ് വെയിൻ ചികിത്സയ്ക്കായി പുല്ലൂറ്റ് കോഴിക്കടയിലെ ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിലെത്തിയത്. അസുഖം ബാധിച്ചിട്ട് കുറച്ചുനാളായെങ്കിലും കാര്യമായ ചികിത്സ മുൻപ് നടത്തിയിരുന്നില്ല. മാസങ്ങളോളം ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിൽ ചികിത്സ നടത്തി. ഒടുവിൽ കാൽ തന്നെ മുറിച്ചു മാറ്റേണ്ട ഗതികേടായി. ജൂൺ 28 മുതൽ ആയുഷ്മാൻ ഫിറ്റ്നസ് സെന്ററിൽ ചികിത്സ തുടർന്ന രാമദാസിന് പല സംശയങ്ങളും തോന്നിയിരുന്നു. എന്നാൽ പിഴവുകൾ മറച്ചുപിടിച്ച സ്ഥാപന ഉടമ താരാനാഥ് പലതും പറഞ്ഞു വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചു. ഒടുവിൽ കാലിൽ പഴുപ്പും നീരും മൂർച്ഛിച്ചാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്നത്. അവിടെ വിദഗ്ധ ചികിത്സ ലഭിച്ചു. പക്ഷേ കാൽ മുറിച്ചു മാറ്റാതെ മറ്റു വഴിയില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ കാല് ഡോക്ടറെ കാണിക്കാൻ വെച്ചാൽ അത് ചെറുവിരൽ ഇങ്ങനെ ഈ വിരൽ കട്ട് ചെയ്യേണ്ടി വരും, അവരപ്പം തന്നെ കട്ട് ചെയ്യുക, അതിനെ പേടിപ്പിച്ച് നമ്മളെ ഇതാക്കിയതാണ്. പക്ഷേ എൻ്റെ കഷ്ടകാലം നേരത്ത് ഇതെന്താ വെച്ചാൽ ആ ചെറുവിരൽ ആ ഒരു വിരൽ പൂളായിരുന്നു. അപ്പോൾ കാല് ഈ അവസ്ഥയാണ് എൻ്റെ. സ്ഥാപനത്തിന്റെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി രാമദാസൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതിയിൽ ഇടപെട്ടതോടെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത്. എന്നാൽ ഇതിനപ്പുറം മറ്റു കാര്യമായ തുടർ നടപടികൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാനോ നഷ്ടപരിഹാരം നൽകാനോ പിഴവ് വരുത്തിയ സ്ഥാപനവും തയ്യാറായിട്ടില്ല. കാൽ നഷ്ടമായതോടെ ഉപജീവന മാർഗത്തിന് രാമദാസിന് മറ്റു വഴികളില്ലാതായി. ശാരീരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടിലായതിനൊപ്പം നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുമറ്റ് ദുരിത ജീവിതം പേറുകയാണ് രാമദാസ്. ന്യൂസ് മലയാളം, തൃശൂർ.